രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതെ, പേരിന് വിളിക്കാൻ പറ്റുമോ അറിയില്ല അല്ലേ? എങ്ങനെ പേര് വിളിക്കാൻ പറ്റുമോ അറിയില്ല. എന്താ പേര് വിളിച്ചാലോ? പിഞ്ചു കുഞ്ഞാണല്ലേ. ഞങ്ങളെ മക്ക പൊളിക്കാൻ വന്നാ നീ പൊളിക്കും, അത് മിക്കവാറും ഉണ്ടാവും. നിങ്ങളെ മക്കായി പൊളിക്കാൻ ഞാൻ പോവാണ്. നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. അനക്കെന്താ എന്റെ വിചാരം എന്താ? നിങ്ങൾ അന്ന് വിളിച്ചപ്പോ ഭയങ്കര ഡീസന്റ് അല്ലേന്നു. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അതെ സാർ. ഡീസന്റ് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, നമ്മൾ ഡീസന്റ് നല്ലവർക്കാണെങ്കിൽ നമ്മള് നല്ല. ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. നിങ്ങള് സംസാരിക്കുന്ന വീഡിയോ കേട്ടിട്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങള് മദ്യപിച്ചിട്ടാണ് വിളിക്കണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊക്കെ. സംസാരം കേട്ടിട്ട് നീ പഠിച്ച് അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുക, എന്നോട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കണെന്ന്. ഫുഡും മരുന്നൊക്കെ കഴിച്ചില്ലേ? ഇയാളെ കഴിക്കേണ്ടത് ഇയാളെ. അനക്കല്ല ഇപ്പൊ ഞങ്ങളെ പൊളിക്കാൻ നടക്കണ ആള്, അപ്പൊ ഞങ്ങളും തന്നെ പൊളിക്കാൻ നടക്കും. ശരി, ഇജ് ഉറങ്ങൂല. ഇജ് ഞങ്ങൾക്ക് കണ്ടോ, അന്നെ വന്ന് ശരിയാക്കും. കണ്ടോ? ശരി. അത് ഞങ്ങളെ ശരിയാക്കണ മാതിരി ഞങ്ങളും അങ്ങോട്ടും ശരിയാക്കും. ശരി, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ? തുടങ്ങാൻ പോകും ഞങ്ങള്. ഞാൻ അങ്ങനെയാണല്ലോ ഇപ്പൊ ശരിയാക്കിക്കൊണ്ടിരിക്കണേ. ഇത് അതിന്റെ ഉള്ളിൽ ഇരുന്ന് ശരിയാക്കിട്ട് എന്തോ ഇടയ്ക്ക് കണക്ക് അവിടെ കിട്ടണം. അതെ, ഈ പട്ടാളം മാധവമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? ഇത് കളിച്ചാൻ വൈതല്ലേ, അപ്പൊ കളിക്കേ ഒന്ന് കാണട്ടെ ഞങ്ങള്. ശരി, നിങ്ങളെ പേരെന്താ? ഇജിന്റെ പേര് നോക്കണ്ട. പേടിയാ? പേര് പറയാൻ പേടിയാ? അത്രയ്ക്ക് പേടിയാണോ? ഇജ്ജ് നോക്കണ്ട ആവശ്യമല്ല. ഉറക്കല്ലേ നിങ്ങൾക്ക്? രാത്രി ഉറക്കൊന്നുമില്ല? അനക്ക് ഉറക്കല്ലല്ലോ, നീ കളിക്കല്ലേ. നീ ഇങ്ങനെ കളിച്ചിങ്ങനെ നടക്കല്ലേ, അടിച്ചിങ്ങനെ നടക്കല്ലേ. എന്റെ ഉറക്കം പോയി. ഇസ്ലാമത്തെ പെണ്ണുങ്ങളെ ഇജ്ജ് നോക്കാൻ നിക്കണ്ട. ഇസ്ലാമത്തെ പെണ്ണുങ്ങൾ ആരാ? ഇസ്ലാമത്തെ പെണ്ണുങ്ങള് ഇതല്ല പറഞ്ഞത്. അനക്കല്ല അങ്ങനെ വേണ്ടത്, അനക്കല്ല ഫുൾ ഓപ്പൺ വേണ്ടത്. അതിനല്ല ഇപ്പൊ നിങ്ങള് സംസാരിക്കണത്. അതെ, അതിനാ സംസാരിക്കണം. എന്നാ അപ്പൊ എന്റെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ. അതെ, ഓക്കെ. ഇത് വെറും വേസ്റ്റ്. ഞാൻ വരും. എന്തിനാ ഇത് ആവശ്യം? എന്തിനാ പേടിച്ചേണ്ട ആവശ്യം എന്നൊക്കെ? തലേദിവസം വിളിച്ചിട്ട് വരുന്നുണ്ടല്ലേ? നമ്മള് വേറെ എന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ കാണാൻ പറ്റില്ല. തലേദിവസം തന്നെ വിളിച്ചും എന്റെ പെരീക്ക് തന്നെ വരും. എന്താ എനിക്ക് പേടി? 2 ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ല് നടത്താൻ പോവുകയാ. നിങ്ങൾക്ക് എന്തിനു പേടിയുണ്ടോ? ഇല്ലേ, നിങ്ങൾക്ക് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി തരണമെങ്കിൽ നമ്മള് ഒരു മുട്ടായി അപ്പെങ്കിലും വാങ്ങിയാക്കണ്ടേ? ഉണ്ടാക്കണല്ലോ, അതൊന്നല്ല വേണ്ടേ. എനിക്കങ്ങനെ മുട്ടായപ്പൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. അനക്ക് ചെങ്ങായി, അനക്ക് വിശ്വാസം വിശ്വസിക്കണ്ട. എന്റെ ഫാമിലി, എന്റെ കാര്യങ്ങൾ നോക്കി നടന്നാ പോലെ. എനിക്ക് അത്ര പൈസ ഉണ്ട്. പൈസ വേണമെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ പറഞ്ഞോ. അനക്കതല്ല ഇഷ്ടം. അനക്ക് നിങ്ങള് ഓപ്പൺ ആയിട്ട് നടന്നോളി. ഇത് മുഹമ്മദിന്റെ വീടല്ല കേട്ടോ. മുഹമ്മദ് മുത്തുനബിന്റെ വീടല്ല. കണ്ണിക്കണ്ട നാട്ടിൽ കൂടി നടന്ന് കണ്ണിക്കണ്ട സ്ത്രീകളെയൊക്കെ ചോദിച്ചോണ്ട് നടക്കണ മുഹമ്മദിന്റെ അല്ല വീട് കേട്ടോ. മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതെ, ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പം കുറവ് കിട്ടും. അല്ല, ഭ്രാന്തിന് സംസാരിച്ചില്ല എന്നാ ഭ്രാന്തന്മാരോട് സംസാരിക്കലില്ല. ഭ്രാന്തന്മാരെ നമ്പറാണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുവല്ല. എന്താ നോക്കുമ്പോ അങ്ങനെ തന്നെയാണ്. ഒഴിവാക്കും, ബ്ലോക്ക് ചെയ്ത് വെച്ചോ. നായ്ക്കൾ കുറക്കണ മാതിരി കുറച്ചോ. ഇതല്ല ഇസ്ലാം. ഇതോടെ എന്നെ പോലുള്ള ആൾക്കാരെയാണ് ഇസ്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് ഇസ്ലാം അല്ലേ? 100% ഞാൻ യോജിക്കുന്നു. എന്നോട് അവിടെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു, നിങ്ങൾക്കെന്താ കുഴപ്പമാണ്, നിങ്ങൾക്കെന്താ നല്ല സുഖമില്ലാന്ന് പറഞ്ഞു. നിങ്ങൾക്കെന്താ നല്ല സുഖമില്ല, നിങ്ങളെന്താ മരുന്ന് കഴിക്കുന്ന ആളാണ്, അയാൾ പറഞ്ഞൊന്നും കാര്യാക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കാര്യാക്കണ്ടെന്ന്. നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? നിങ്ങക്ക് എന്ത് പറ്റിയതാ? നിങ്ങക്ക് എന്ത് പറ്റിയതാ? എന്തിനെ കണ്ട് പേടിച്ചതാണോ? അയാൾ ഒന്ന് ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് വല്ല പ്രശ്നം ഉണ്ടാവും, മാനസിക പ്രശ്നം ഉണ്ടാവും, മരുന്ന് കുടിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ്
മരുന്നൊക്കെ നല്ലോണം നോക്കി കുടിച്ച് സമയത്ത് കുടിച്ചിട്ടോ. അന്റെ പേരുണ്ടാവൂല ഇജ്ജുണ്ടാവൂല ഈ വർത്താനം പറഞ്ഞാൽ. ഓക്കെ, ശരി എന്നാ. എടാ ഈ കീലേ അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. അനക്ക് പറയണ മാതിരി ഇജ്ജ് ചെയ്യണ മാതിരി ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ, ഞാൻ ചെയ്യണ പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. ആ അതന്നെ വിളിക്കും. ഇജ്ജ് വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ ആരെയും വിളിക്കല്ല, ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിച്ചോ? വിളിച്ചാന്ന് വെച്ച നമ്പർ കൊടുക്കാൻ പാടില്ലല്ലോ. അനക്ക് അങ്ങനത്തെ അതോ ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ വിളിക്കും. നീ എന്നാടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ട് വരുന്നേ? അപ്പൊ നിങ്ങള് വിളിച്ചിട്ട് ഈ പറയണതല്ലേ നിങ്ങള് മതം നിങ്ങളെ പഠിപ്പിച്ചെന്നത്. ആ അഞ്ച് പഠിക്കാം അതിനെന്നെയാണ്. പിന്നെന്താ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാക്കി കൊടുക്കാണ് ഞങ്ങളെ മതം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന്. കാര്യം ആർക്കും അത് അറിയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോളി. എനിക്കെന്താ പോയപ്പോ സത്യവാനല്ലേ ഇറങ്ങണ പുറത്ത്. ആരാ ഈ വഴി പോവാം? ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? പിന്നെന്താ ഫുള്ള് ഒരെണ്ണം പറ, ഒരെണ്ണം. നടക്കും. ഇജൊന്ന് സമ്മതിച്ച ഒരെണ്ണം പറ. ഞാൻ ഒരു നുണ പറഞ്ഞോന്ന് ഇജൊന്ന് തെളിയിച്ച ഇജ്ജെന്നാണോ പറഞ്ഞത്? ഞാൻ എന്റെ തൊടിയത്തെ പണിയെടുത്തോളാം. എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. ഇജ്ജ് വാ. എന്റെ കാര്യം അതിനുള്ള ഉസറും വിളിയാണ് എനിക്ക്. മതത്തിനെ പറ്റി പറയണോ? അതിനുള്ള ഉസറും വിളിയാണെങ്കിൽ അണക്കുണ്ടോ? ഞാൻ പറഞ്ഞൊരു നുണ തെളിയിക്കാനുള്ള പിന്നെ ഞാൻ പറയുന്നത് തെളിയിച്ചോണ്ട് ഞാൻ ഇജ്ജ് പറയണല്ലേ, ഞാൻ എന്റെ മുത്തനബി പറഞ്ഞ തെളിയിച്ചോണ്ടിരിക്കണേ. നബി പറഞ്ഞ നുണയാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ ഇവിടുത്തെ മുതലാളിയാണ്. അന്ന് ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിനെ. ഞാൻ പ്രധാനമന്ത്രി. ഞാൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. ഇനിയുണ്ട് കാണിച്ചു തരാം. നിങ്ങളെവിടുത്തെ അന്നെ വീട്ടിൽ ചലക്കാൻ നിക്കണ്ട. ആ നേരത്തെ നമ്പർ പോലീസിന് കൊടുക്കാം. എന്നാലും പറയല്ലേ ഞങ്ങള് പോലീസിന് കൊടുക്കാം. ഇജ്ജ് ഞങ്ങളെ നബിനെ അല്ല ഉറപ്പല്ലേ? സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ? സീരിയസ് ആയിട്ടൊന്നല്ല പറഞ്ഞത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ അല്ലേ? സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ പോലീസിന് കൊടുക്കാം. എന്നാ ഞങ്ങളും കൊടുക്കാം. ഞങ്ങൾ കൊടുത്തു. ഒരാള് പറഞ്ഞത് നമ്മൾ തമാശ പറഞ്ഞ പോലെ അല്ല കേട്ടോ. എന്റെ സമാധാനം പോയോ? ഒരാള് പറയണത് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിട്ട് നാട്ടിൽ നിയമമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. നമ്പറും ഫോട്ടോ ഉൾപ്പെടെ കൊടുക്കാം. നീ പോടാ മോനെ ദിനേശ. അന്റെ ഫോട്ടോ ഒന്നും അതില് അത് കൊടുത്തോ. അത് കൊടുത്തോ. വീട്ടില് രാവിലെ പോലീസ് അല്ലെങ്കിൽ ചിന്നെ വിളിച്ചോ. കളിയൊക്കെ കളിച്ച് മുറത്ത് കയറി കൊത്താ. ബേബിയുടെ ചൊറിച്ചിലേ ഞാൻ ഉടനെ മാറ്റി കൊടുത്തു. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.